ഹായ് ഗൈസ്, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് കാസിലിൻ്റെ തൊട്ടടുത്തെത്താറായി. അതിന് തൊട്ടടുത്തായിട്ട് അവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പോ ആയിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വെക്കേഷനും കൂടെ ആണല്ലോ. അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. നമ്മൾ വേഗം കാസിലേക്ക് പോയി. പോകുന്ന വഴിയിൽ തന്നെ അവിടെ കാസിലിന് തൊട്ട് മുന്നിലായിട്ട് ഒരുപാട് വാളിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പണ്ട് 1000 2000 വർഷങ്ങൾക്കൊക്കെ മുന്നേ മരിച്ചു പോയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട്, അവരുടെ മരണത്തിനെ കുറിച്ചിട്ടും അവർ ജീവിച്ചപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പലതും നമുക്ക് വായിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കല്ലിൽ കൊത്തുപണി ചെയ്തതായിട്ട് പോലും അതുവരെ മാഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും കാലം പഴക്കം വന്നിട്ട് അതുവരെ മാഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ എനിക്ക് പരിചയമുള്ള ഒരു പേര് കണ്ടു, ഡങ്കൻ എന്ന് പറഞ്ഞിട്ട്. പണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കിൽ ഡങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതേ പേരുള്ള ഒരാളെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ആ ഡങ്കൻ തന്നെയാണോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. പക്ഷേ കേട്ടുപരിചയമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ കണ്ടതായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി അത് ഈ ഡങ്കൻ തന്നെയാണെന്ന്. എന്തായാലും ഞങ്ങൾ അവിടെ നിറയെ നടന്ന് കണ്ടു. വായിക്കാൻ പറ്റുന്നതൊക്കെ വായിക്കാൻ ശ്രമിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നിറയെ വലിയൊരു പറമ്പ് നിറയെ ശ്മശാനമായിരുന്നു. ഒരുപാട് ആളുകളെ ഓർമ്മയ്ക്ക് അവരുടെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള കല്ലുകൾ അവിടെ കാണാമായിരുന്നു. നമ്മളതിനിടയിലൂടെയൊക്കെ നടന്നു. കുറേ ആളുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. അതിനിടയിൽ ജിത്തു പറയുന്നുണ്ടായിരുന്നു, ഹാരി പോട്ടറിലുള്ള കുറേ ക്യാരക്ടേഴ്സിൻ്റെ പേര് അവിടെ വായിക്കുന്ന ആളുകളുടെ പേരിൽ ഹാരി പോട്ടറിലുള്ള പല ആളുകളുടെ പേരും കാണാൻ കഴിയുന്നുണ്ട്. അതുമായിട്ട് എന്തോ ഒരു റിലേഷൻ അല്ലെങ്കിൽ കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വേഗം കാസ്റ്റലിൻ്റെ ടോപ്പിൽ, അതായത് ഒരു കാസ്റ്റൽ വ്യൂ എന്നുള്ള രീതിയിൽ ടോപ്പിൽ പോയിട്ട് നമുക്ക് താഴോട്ട് കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വരെ നടന്നിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വരെ പോവാണ്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല റോഡായിരുന്നു. വണ്ടിയൊക്കെ പോകുന്ന രീതിയിലുള്ള റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ നടക്കാൻ പറ്റി. പക്ഷെ നമ്മൾ അവിടെ വരെ നടന്നു. പക്ഷെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. പുറത്തുനിന്ന് ആർക്കും എൻട്രി ഇല്ലായിരുന്നു. ഈ കാണുന്ന ആ ടോപ്പിൽ കാണുന്നതാണ് കാസ്റ്റലിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് പുറത്തുനിന്ന് കാണാം എന്നുള്ള രീതിയിൽ പോയി. എല്ലാം കണ്ടു. ബിൽഡിങ്സ് തന്നെയാണ് ഈ കാണുന്ന പോലെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. പല രീതിയിലും പല കാലം പഴക്കമുള്ള രീതിയിലുള്ള ബിൽഡിങ്സ് ആയിരുന്നു. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലേക്ക് നമുക്ക് അതിൻ്റെ ടോപ്പിൽ എത്താമെന്നല്ലാതെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഡേഞ്ചർ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കധികം അവിടേക്ക് നിന്ന് താഴോട്ട് കാണാനൊന്നും പറ്റില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളും കാണാത്ത എന്തൊക്കെയോ കാഴ്ചകളും കാണാൻ പറ്റി.